കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയാവുമ്പോൾ സുഭാഷും ചാന്ദിനിയും മുറ്റത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. നികേഷും ഹരീഷും അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണിത്തിരക്കിലാണ് അമ്മായി. ഭക്ഷണം ഉണ്ടാക്കാണോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അല്ല, തുണി അലക്കുക എന്ന് അമ്മായിയും പറയുന്നുണ്ട്. സ്റ്റൗ ഫ്രീ ആണോ? എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോൾ അമ്പലത്തിൽ തൊഴാൻ വന്നവർ തൊഴുതിട്ട് പൊക്കണം, അല്ലാതെ ഈ അടുക്കളയിൽ നിരങ്ങാൻ വരണ്ട എന്ന് അമ്മായി പറയുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്ന് സുധീഷ് അന്വേഷിക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല, സ്റ്റൗ ഒന്ന് തരുമെന്ന് ചോദിച്ചതാ എന്ന് നിധി പറയുന്നുണ്ട്. ഇയാൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുക, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇവിടെ തൊഴാൻ വന്നവരൊക്കെ ശുദ്ധാശുദ്ധം പാലിച്ച് സ്വയം പാചകം ചെയ്ത് കഴിക്കണം, അതാ ചിട്ട എന്ന അമ്മായി പറയുമ്പോഴേക്കും ഈ ചിട്ടകളൊക്കെ കാലാകാലങ്ങൾ കഴിയുമ്പോഴേക്കും മാറാനുള്ളതാണ് അമ്മായി എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇവിടെ അടുത്ത് ശുദ്ധാശുദ്ധം പാലിച്ച് അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് വെച്ചുളമ്പി കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടുന്ന് കഴിക്കാൻ നിധി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ത്രോട്ട് വല്ലാത്ത പെയിൻ, കുറച്ച് വെള്ളം ചൂടാക്കി കുടിക്കാലോ എന്ന് കരുതി വന്നതാ, പക്ഷേ സ്റ്റൗ തരില്ല എന്നാ പറയുന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു പാത്രത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അമ്മായി പറയുമ്പോഴേക്കും അതെന്താ നിങ്ങളുടെ ഗൾഫിലുള്ള ഭർത്താവ് കൂട്ടി വെച്ച് വാങ്ങിയതാണോ ഇതൊക്കെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വന്ന് കയറിയത് മുതൽ നിങ്ങൾ നിധിയുടെ മെക്കിട്ട് കയറുന്നുണ്ടല്ലോ, ഇവളോട് ദേഷ്യപ്പെടാൻ നിങ്ങൾക്ക് എന്ത് അധികാരമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷെ വഴക്ക് വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. ഈ വീട്ടിലെ 2 മുറിയും അടുക്കളയും ഞങ്ങൾ ബുക്ക് ചെയ്തതാ എന്ന് അമ്മായി പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും പറ്റില്ല, അടുക്കള എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുധീഷെ വഴക്ക് വേണ്ട എന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. അതിനാര് വഴക്കിടുന്നു നിധി, നമ്മുടെ ഭാഗത്തല്ലേ ന്യായം പറയുന്നു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് സുധീഷ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഒരു സൈഡിലെ അടുപ്പിലുള്ള പാത്രം എടുത്ത് പുറത്ത് വെച്ച് അതിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് കാണിക്കുന്നേ, പാതി വേവിച്ച ഭക്ഷണമാണോ പുറത്ത് വയ്ക്കുന്നേ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ അമ്മായി കേട്ടിട്ടില്ലേ, പാതി വേവിച്ച ഭക്ഷണം നല്ലത് കഴിക്കാൻ എന്നവനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്ന എൻ്റെ ചേട്ടനെ പറഞ്ഞാൽ മതി എന്നമ്മായി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പറയാലോ, ഇപ്പം തന്നെ പറഞ്ഞോ, ഇതാ ഫോൺ എന്നും പറഞ്ഞ് സുധീഷ് ഫോൺ നീട്ടുന്നുണ്ട്. അമ്മായി ദേഷ്യത്തോടെ വീണ്ടും വഴക്കിടുമ്പോഴേക്കും നിധിയും മതി സുധീഷെ, വെള്ളം ചൂടായി, അത്ര മതി എന്ന് പറയുന്നുണ്ട്. മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് നിധിയോടായി ഉമ്മറത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് സുധീഷ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അവളുടെ കൂടെ പോകുന്നുണ്ട്. അമ്മായും ദേഷ്യത്തോടെ ഭക്ഷണം എടുത്ത് വീണ്ടും പാചകം ചെയ്യുന്നുണ്ട്. ഉമ്മർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിനിയുടെയും സുഭാഷിൻ്റെ അടുത്തേക്ക് നിധി വന്ന് അവരുടെ അടുത്തിരിക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി വെള്ളം ചൂടാക്കി കുടിക്കാൻ അടുക്കളയിലേക്കൊന്ന് ചെന്നതാ, അമ്മായി കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞു എന്ന് നിധി പറയുന്നുണ്ട്. അതെന്തിനാ ചീത്ത പറഞ്ഞേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷു അങ്ങോട്ട് വന്ന് അടുക്കളയും അടുക്കളയിലെ പാത്രങ്ങളും ഒന്നും തൊടാൻ പാടില്ലത്രേ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെള്ളം ചൂടാക്കി എന്ന് സുധീഷും പറയുന്നുണ്ട്. മോളെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി അത് സമ്മതിക്കുമ്പോഴേക്കും സുധീഷ് അവൾക്കുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. ചൂട് കറക്റ്റ് അല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ അതേ എന്ന് നിധിയും പറയാണ്. ചൂടിത്തിരി കൂടിയാലും ഊതി കുടിച്ചാൽ പോരെ എന്ന് സുധീഷും പറയുന്നുണ്ട്. നികേഷ് ലോകത്തൊന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ഹരീഷേട്ടനും ഫോൺ നോക്കുന്നുണ്ടല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അല്ല, ഞാൻ പിന്നെ ഗെയിം കളിക്കുകയാണെന്നെങ്കിലും കരുതാം, ഹരീഷേട്ടനോ എന്ന് പറഞ്ഞ് നികേഷ് ഹരീഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മണിച്ചേട്ടനും തൻ്റെ സ്കൂട്ടറിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. എല്ലാവരും കൂടെ കാറ്റ് കൊള്ളുമായിരിക്കും അല്ലേ എന്ന് മണിച്ചേട്ടൻ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു എന്ന് സുഭാഷും പറയുന്നുണ്ട്. മണിച്ചേട്ടൻ്റെ കയ്യിലെ പാഴ്സൽ കണ്ട് സുധീഷും ഇത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അമ്പലത്തിൽ വരുന്നവർക്ക് മാത്രമായി ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, സ്വാമീസ്, അവിടുന്ന് എന്ന് മണിച്ചേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം നേരത്തെ ഓർഡർ ചെയ്തിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ വന്ന ഉടനെ ഓർഡർ ചെയ്തു, പിന്നെ തന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എല്ലാവരും യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് സുധീഷ് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇരുന്നുറങ്ങി വന്നതല്ലേ, ഇയാളല്ലേ മുഴുവൻ സമയവും വണ്ടി ഓടിച്ചേ, ക്ഷീണവും നിങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ എന്ന് നിധി പറയുമ്പോഴേക്കും നികേഷ് ഹരീഷിനോടായി നാട് വിട്ടിങ്ങെത്തിയതേ ഉള്ളൂ, സുധീഷ് ചേട്ടൻ ഏട്ടത്തിയുടെ അടുത്ത് സ്കോർ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങളുടെ അമ്മായി ഇല്ലേ എന്ന് മണിച്ചേട്ടൻ ചോദിക്കുമ്പോൾ അകത്തുണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവരെ എവിടുന്ന് പാചകം ചെയ്യാമെന്ന് പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾക്കും കൂടി ചേർത്തുണ്ടാക്കിയ പോരെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല, ചെറിയ സ്വത്ത് തർക്കമൊക്കെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതാണ് എല്ലാ വർഷവും അവർ മാത്രം വന്നു പോകുന്നതല്ലേ, ഇനി എന്തായാലും എല്ലാ പ്രശ്നവും മാറും, നോക്കിക്കോ എന്ന് മണിച്ചേട്ടൻ പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം സുധീഷ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നല്ലതല്ലേ, കാറ്റൊക്കെ കൊണ്ട് കഴിക്കാലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. മണിച്ചേട്ടൻ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു, നിങ്ങൾ കഴിക്കേ എന്ന് മണിച്ചേട്ടനും പറയുന്നുണ്ട്. എന്തായാലും ഭക്ഷണം സൂപ്പർ എന്ന് നികേഷ് പറയുമ്പോഴേക്കും എല്ലാവരും അത് ശരിയാണെന്ന് തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും പാചകം ചെയ്ത് ക്ഷീണിച്ച് അമ്മായി അങ്ങോട്ട് എത്താണ്.
അമ്മായി അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും സുധീഷും അവരെ നോക്കിക്കൊണ്ട് ആരോ ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കിട്ടുമെന്ന് ഞാനും കരുതിയില്ല, അല്ലേടാ നികേഷേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാ, ചിലരെ പോലെ എന്തായാലും കഞ്ഞിയായില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേട്ട് അമ്മായി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും മദ്യപിച്ച് കുറച്ച് കൂട്ടുകാരോടൊപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ കൂട്ടുകാരോട് തൻ്റെ ലോറിയുടെയും ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമം സ്ട്രിക്റ്റ് ആയില്ലേ, ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് ഞാൻ വണ്ടിപ്പണി അങ്ങ് വിട്ടു എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും പരിപാടിയോ എന്ന് സുധീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഭാസ്കരൻ എന്നാണോ അല്ല ജാലിയൻ കണാരൻ എന്നാണോ എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേട്ട് നികേഷും ചിരിക്കുന്നുണ്ട്. എല്ലാവരും അകത്തേക്ക് വാ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ഞങ്ങളില്ല, ഇപ്പോൾ തന്നെ ഓവറായി, ഇനി വയ്യ ഭാര്യ വഴക്ക് പറയും എന്നൊരാൾ പറയുമ്പോൾ കുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കാറായി, ഇപ്പോഴും ഭാര്യയെ പേടി എന്നും പറഞ്ഞ് ഭാസ്കരനെ ചിരിക്കുന്നുണ്ട്. ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ എന്നും പറഞ്ഞ് അവരെ 3 പേരെയും അച്ഛൻ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മക്കളെ ഓരോരുത്തരെയും കൂട്ടുകാർക്കും പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഇതെൻ്റെ 2ാമത്തെ മകൻ്റെ ഭാര്യ നിധി എന്ന് പറയുമ്പോഴേക്കും സുധീഷും നിധിയോട് ചേർന്നിരിക്കുന്നുണ്ട്. അച്ഛൻ കഴിക്കേ എന്ന് സുഭാഷ് പറയുമ്പോൾ എനിക്ക് കഴിക്കാനൊന്നും വേണ്ടടാ, ഞാൻ ഇവർക്ക് നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നതല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇതെന്താ കാഴ്ച ബംഗ്ലാവോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കണ്ട ആർക്കാ ഭക്ഷണം കഴിക്കാൻ തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളായിരുന്നു സ്കൂളിലെ പാട്ട് സംഘം, ഞാനും ചാക്കോയും പാടും, ഇവർ 2 പേരും കൊട്ടും എന്നും പറഞ്ഞ് എടാ നമുക്കൊരു പാട്ട് പാടിയാലോ എന്നും പറഞ്ഞ് അച്ഛനും കൂട്ടുകാരും കൂടി അവിടെ ഡാൻസ് ചെയ്തുകൊണ്ട് പാട്ട് പാടുന്നുണ്ട്. എല്ലാവരും ആകെ ഒരു അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴേക്കും അമ്മായിയും അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇവിടെ എന്താ വേറെ ആർക്കും താമസിക്കൊന്നും വേണ്ടേ, എൻ്റെ മോളും മരുമോനും ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും എന്ന് പറയുമ്പോഴേക്കും അച്ഛനും കൂട്ടുകാരോടായി നിങ്ങൾക്ക് ഇവിടെ ഓർമ്മയില്ലേ പൂതന, നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇവള് നഴ്സറിയില്ല എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാ മണി ഇത് എന്ന് മണിയോടായി ദേഷ്യത്തോടെ അമ്മായിയും ചോദിക്കുന്നുണ്ട്. മണി ഭാസ്കരൻ്റെ അടുത്തേക്ക് വന്ന് ഭാസ്കരേട്ടാ വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകാനാടാ, എനിക്കിവിടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കൂട്ടുകാരനും ഭാസ്കര നമുക്ക് വല്ല പാറപ്പുറത്തും പോയി പാട്ടും പാടിയിരിക്കാം എന്ന് പറയുമ്പോഴേക്കും ആ ഐഡിയ കൊള്ളാലോ, അപ്പോൾ ഡിയർ സൺസ് നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട് അച്ഛനും കൂട്ടുകാരും അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ എല്ലാവരും മുറിയിൽ പാവരിച്ച് കിടക്കാൻ ഒരുങ്ങുന്നുണ്ട്. നിധി തൻ്റെ ചാർജിലിട്ട ഫോൺ എടുത്ത് തൻ്റെ മുറിയിലേക്ക് പോകുമ്പോഴേക്കും സുധീഷും അവളുടെ പുറകെ പോവാണ്. അവൻ പുറകെ ചെന്ന് അതേ എന്ന് വിളിക്കുമ്പോഴേക്കും നിധിയും ഒരു ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട്. എന്താ എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്താ വെറുതെ ഒന്ന് വിളിച്ചെന്നല്ലേ ഉള്ളൂ എന്നവൻ പറയുമ്പോൾ ഇങ്ങനെ പുറകെ വന്ന് പെട്ടെന്ന് വിളിക്കാനോ വേണ്ടത് എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല പുറകെ വന്ന് വിളിച്ചല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇത്രയും പേടിക്കുന്നേ, സോറി എന്നവൻ പറയുമ്പോൾ എന്താ കാര്യം എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ മെല്ലെ വിളിക്കുമ്പോൾ തന്നെ ഇത്ര പേടിച്ചാൽ രാത്രി നല്ലോണം പേടിക്കില്ലേ, പുതിയ സ്ഥലം പുതിയ വീട് പുതിയ മുറി, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാനും കൂടെ കിടക്കാം എന്ന് പറയാൻ വന്നതാ എന്ന് സുധീഷ് പറയുമ്പോൾ നിധിയും അവനെ ഒന്ന് നോക്കുന്നുണ്ട്. അല്ല തെറ്റായിട്ടൊന്നും എടുക്കില്ലേ കേട്ടോ, ഞാൻ ഈ മുറിയുടെ മൂലയ്ക്ക് എങ്ങാനും കിടന്നോളാം, രാത്രി കറണ്ട് എങ്ങാനും പോയാലോ എന്നവൻ പറയുമ്പോൾ രാത്രി കറണ്ട് പോയാൽ എൻ്റെ ഫോണിൽ ടോർച്ചുണ്ട്, ഞാനത് ഓൺ ചെയ്തോളാം എന്നവളും പറയുന്നുണ്ട്. ആണോ അത് മതിയല്ലേ, അല്ല ഇവിടെ നെറ്റ്വർക്കൊക്കെ കഷ്ടിയാണെന്ന് പറയുന്നത് കേട്ടു, രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നവൻ പറയുമ്പോൾ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി തരുമോ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല അടുത്ത ആളുണ്ടെങ്കിൽ എന്നവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളും ദേഷ്യത്തോടെ അവനൊന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്താണ്. ഏട്ടത്തി ചാന്ദിനിക്ക് ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി, ഏട്ടത്തിയുടെ കൂടെ കിടക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് ഹരീഷ് പറയുമ്പോൾ അതിനെന്താ ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, അവളെ എങ്ങോട്ട് വിട്ടേക്ക് എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷ് മനസ്സിൽ മഹാഭാബി എന്തൊക്കെയാടാ ചെയ്തു വെച്ചേക്കുന്നേ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി എന്നും പറഞ്ഞ് നിധി വാതിലടക്കുമ്പോഴേക്കും കള്ള ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിക്കുന്നുണ്ട് ഹരീഷ്. എന്ത് പണിയാടാ കാണിച്ചേ, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കി അതിനകത്ത് കിടക്കാൻ നോക്കായിരുന്നു ഞാൻ എന്ന് സുധീഷ് പറയുമ്പോൾ ഇത്തിരി നേരം കൂടി നിന്നാലേ ഏടത്തിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടായിരുന്നു, അവിടുന്ന് ഞാൻ രക്ഷിച്ചതാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എന്നോട് അസൂയാടാ എന്ന് സുധീഷ് പറയുമ്പോൾ അസൂയയോ എനിക്കോ, ചെന്ന് ഏടത്തിയുടെ കയ്യിൽ നിന്ന് ചെരുപ്പ് കൊണ്ട് കാരണം തടിയും വാങ്ങിച്ചിട്ട് വാ എന്ന് ഹരീഷും പറയാണ്. ഇങ്ങോട്ട് വാടോ എന്നും പറഞ്ഞ് സുധീഷിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഹരീഷ്. സുഭാഷും അവനെ കണ്ട ഉടനെ ഇവിടെ കിടക്കട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചാന്ദിനിയും അവരുടെ അടുത്തേക്ക് എത്താണ്. ചാന്ദിനി കമര ഉദർ സൈഡ് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. ചാന്ദിനി വാ എന്ന് പറഞ്ഞ് നിധി ചാന്ദിനിയെ വിളിച്ചു പോകുമ്പോഴേക്കും സുഭാഷ് ഏട്ടനോട് സുഭാഷ് ഏട്ടാ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. സുഭാഷും ഗുഡ് നൈറ്റ് പറയുമ്പോഴേക്കും ചാന്ദിനിയും സുഭാഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറയാണ്. ആ ഗുഡ് നൈറ്റിന് ഇത്തിരി മധുരം കൂടിയോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും മിണ്ടാതെ കിടക്കട എന്ന് സുഭാഷും പറയുന്നുണ്ട്. അച്ഛൻ വന്നില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ എന്നാൽ സുഭാഷ് ഏട്ടൻ പോയി അന്വേഷിക്കേ എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും അതിലൂടെ വന്ന അമ്മായിയും സുധീഷ് അവരുടെ കൂടെ കിടക്കുന്നത് ശ്രദ്ധിച്ച് ഇവനെന്താ ഇവിടെ കിടക്കുന്നേ എന്ന് പറഞ്ഞ് നിധിയുടെ റൂമിനടുത്ത് ചെന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. നീ എവിടെയാണോ കിടക്കുന്നത് എന്ന് അമ്മായി ചോദിക്കുമ്പോൾ അതേന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നെ നിന്റെ ഭർത്താവ് എന്താ ഇവിടെ കിടക്കുന്നേ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ അതിനെന്താ എന്നവളും ചോദിക്കുകയാണ്. അല്ല അങ്ങനെയല്ലല്ലോ, ഭർത്താവും ഭാര്യയും ഒരു മുറിയിലല്ലേ കിടക്കുന്നേ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വേണം നിർബന്ധമുണ്ടോ, അമ്മാവൻ രാത്രിയാകുമ്പോൾ ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ വന്നാണോ കിടക്കുന്നത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതുപോലല്ലോ ഇത്, ഇവനിപ്പോൾ കൂടെ ഉണ്ടല്ലോ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോകാൻ വന്നതല്ലേ, അതുകൊണ്ട് സുധീഷ് അവരുടെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞു എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർത്ത് തരുമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് അമ്മായി പറയുമ്പോൾ എങ്കിൽ പിന്നെ മിണ്ടാതെ പോയി കിടന്നുറങ്ങ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്
എന്നവൾ പറയുമ്പോൾ അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളമായി ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. ചാന്ദിനി എന്തോ പറയുന്നത് കേട്ട് എന്താ പറഞ്ഞേ എന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞതാ എന്ന് നിധി പറയുമ്പോൾ ചാന്ദിനിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവള് നിന്റെ കൂടാണോ കിടക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് നിധി പറയണേ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടെ എന്നമ്മായി ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഒരു 100 ചോദ്യം വേറെ ഉണ്ടാവുമല്ലോ എന്ന് നിധിയും പറയാണ്. ഓ, നേരത്തെ വെള്ളം ചൂടാക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ എന്തൊരു പാവായിരുന്നു, ഇപ്പോഴല്ലേ തനി സ്വഭാവം മനസ്സിലായേ, ആ കുടുംബത്തിന് പറ്റിയ മരുമോൾ തന്നെ എന്ന് അമ്മായി പറയുമ്പോൾ എപ്പോഴും പാവായിട്ട് നിന്നാല് നിങ്ങളെ പോലെയുള്ളവര് വന്ന് തലയിൽ കയറും എന്ന് നിധിയും പറയാണ്. അമ്മായിയും ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോഴേക്കും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ് നികേഷ്. സുഭാഷ് ചേട്ടനും അങ്ങോട്ട് വന്ന് നീ റെഡിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എന്നെ കണ്ടാ റെഡിയായ പോലെ തോന്നില്ലേ, മാറ്റണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട, ഇത് മതി എന്ന് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. ഹരീഷും സുധീഷും റെഡിയായോ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ അവരെന്റെ കൂടെ റെഡിയായതാണല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. നീ എന്നാ അവരെ ചെന്ന് വിളിക്കേ എന്ന് പറഞ്ഞ് സുഭാഷ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും മുണ്ടു ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ തമ്പുരാനെ പതിവില്ലാതെ മുണ്ട് വേസ്റ്റൊക്കെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ നിധി എന്തായാലും സാരി എടുത്ത് വരും, അപ്പോൾ അതിനൊരു മാച്ച് ആയിക്കോട്ടെ എന്ന് കരുതി എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഏട്ടത്തി സാരി എടുക്കുന്നു എന്ന് ഏട്ടനോട് ആരാ പറഞ്ഞേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളുടെ ഭർത്താവല്ലേ ഞാൻ, എനിക്കറിഞ്ഞൂടെ അവൾ എന്തായാലും സാരി എടുത്തേ വരൂ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് സുധീഷ് അവളുടെ മുറിയിലേക്ക് ചൂണ്ടുമ്പോഴേക്കും നിധിയും വാതിൽ തുറന്ന് സാരിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൾ ഒരു ചിരിയോടെ നിൽക്കുമ്പോഴേക്കും ഏട്ടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോഴേക്കും താങ്ക് യു എന്ന് അവളും പറയാണ്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ അധികം പുകഴ്ത്തേണ്ട, ഇഷ്ടാവില്ല എന്ന് നികേഷും പറയാം. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എത്താണ്. സുധീഷ് ഇതാ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി ഒരിലയിൽ മുല്ലപ്പൂവായി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ വാങ്ങി എന്ന് നിധി ചോദിക്കുമ്പോൾ രാവിലെ പോയി വാങ്ങിയതാ, ചൂടിക്കോ എന്ന് സുധീഷും പറയാണ്. നമ്മളിനി എന്തൊക്കെ കാണേണ്ടി വരും എന്ന് ഹരീഷും നികേഷിനോടായി ഒരു ചിരിയോടെ പറയുന്നുണ്ട്. നിധി മുല്ലപ്പൂ ചൂടാൻ ഒരുങ്ങുമ്പോഴേക്കും നികേഷും ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഫോൺ എടുത്ത് അവർക്ക് നേരെ പിടിച്ചുകൊണ്ട് സുധീഷിനോടായി സുധീഷ് ചേട്ടാ ചേർന്ന് നിൽക്ക് എന്ന് പറയുന്നുണ്ട്. നികേഷ് പറയുന്നത് മനസ്സിലാവാതെ അവനെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി